പ്രൈസ് ലോർഡ്. വേദശാസ്ത്രത്തിന്റെ രണ്ടാം പാർട്ടിലേക്ക് നമ്മളിന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടു, നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട 9 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ചിന്തിച്ചത്. വചനം കേൾക്കുമ്പോൾ നമ്മൾക്ക് കുത്തുകൊള്ളണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് രണ്ടാമതായിട്ട് ഹൃദയം കത്തണം. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തണം. അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം ഞാൻ വായിക്കുന്നു. അവൻ വഴിയിൽ നമ്മളോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. നമുക്കറിയാം, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോടുകൂടെ യേശു കർത്താവ് നടക്കുകയും അവർക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് ചില ഭാഗങ്ങൾ എന്ത് ചെയ്തു, തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. ആ ഭാഗം എങ്ങനെയാണ്? 25-ാം വാക്യം. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവൾ വഴിയിൽ വരുമ്പോൾ യേശുക്രിസ്തു എന്ത് ചെയ്യാണ്? ഇവരോട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? പ്രവാചക പുസ്തകങ്ങളിലും തിരുവെഴുത്തുകളിലൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാണ്? യേശു തന്നെ ഇവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുവാൻ ഭാവം കാണിച്ചു. അവരോട്, ഞങ്ങളോടുകൂടെ പാർക്കുക. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷമായി. എന്നിട്ടാണ് പറയുന്നത്, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തില് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ, ഈ തിരുവെഴുത്തുകളെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് എന്ത് ചെയ്യണം? ഒരു കത്തൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യുള്ളൂ? ഈ വചനം പ്രയോജനമായി തീരുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സങ്കീർത്തന പുസ്തകം അതിന്റെ 39-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, 39-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യം വായിക്കുന്നു. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. കണ്ടോ? എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. എന്നിട്ട് പറയാണ്, ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതും പോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശാസ്ത്രമത്രേ. അപ്പോൾ ഇവിടെ ആ ഉള്ളത്തിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു കഴിഞ്ഞപ്പോ ആ ധ്യാനത്തിങ്കിൽ തീ കത്തി, അപ്പോൾ നാവെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പം കുറെ കാര്യങ്ങളൊക്കെ സങ്കീർത്തനക്കാരൻ എന്ത് ചെയ്യണം? മനസ്സിലാക്കുകയാണ്. യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. അപ്പോൾ യഥാർത്ഥത്തില് ഒരു ദൈവിക വെളിപ്പാട്, അല്ലെങ്കിൽ ഒരു ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഒരു കത്തൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചൂടിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള ആ സന്ദർഭത്തിലാണ് യഥാർത്ഥമായ ദൈവിക വെളിപ്പാട് നമ്മുടെ മേൽ പകരപ്പെടുന്നത്. നമുക്കറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ആ 6-ാം അധ്യായത്തില് യെശയ്യാ പ്രവാചകൻ 5-ാം അധ്യായം വരെ ജനങ്ങൾക്ക് കഷ്ടം, അവർക്ക് കഷ്ടം, ഇവർക്ക് കഷ്ടം എന്നൊക്കെ എന്ത് ചെയ്യാണ്? പറയുകയാണ്. അങ്ങനെ പ്രവചിച്ചു കഴിഞ്ഞപ്പോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം പറയുന്നു, ഉസിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഓരോരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം
5-ാം വാക്യത്തിൽ പറയാണ്, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് 5-ാം അധ്യായം വരെ മറ്റുള്ളവർക്ക് കഷ്ടമെന്നാണ് എന്ത് ചെയ്തേ ഈ പ്രവാചകൻ പ്രവചിച്ചത്. പക്ഷെ ഉസ്സിയാവ് മരിച്ചു കഴിഞ്ഞപ്പം യെശയ്യാവ് എന്ത് ചെയ്തു? നേരെ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നോക്കി കഴിഞ്ഞപ്പം കർത്താവിന്റെ മഹത്വം അവന് വെളിപ്പെടുകയാണ്. അപ്പോഴാണ് അവന്റെ തെറ്റിനെ കുറിച്ചുള്ള ഒരു ബോധ്യം വന്നത്. ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം. വ്യക്തമായിട്ട് അവന്റെ തെറ്റിനെ കുറിച്ചൊരു ബോധ്യം വന്ന എപ്പോഴാണ്? ആ ദൈവിക മഹത്വം അവൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു എന്നാണ്? സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടുവന്ന് തീക്കനൽ എടുത്ത് എന്ത് ചെയ്തു? കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ വന്ന് അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അതരങ്ങളിൽ തൊട്ടതിനാൽ നിന്റെ അകർത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തില് ഇവന്റെ ആ വായിലൊക്കെ എന്താണ്? പാപവും ഒക്കെ നിറഞ്ഞിരിക്കുമ്പോൾ തന്നെയാണ് മറ്റുള്ള ജനത്തിന് വേണ്ടി പ്രവചിക്കുന്നത്. അതായത് ഇവൻ യഥാർത്ഥമായിട്ട് പ്രവചന ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവമായിട്ടുള്ള ആഴമായൊരു ബന്ധം ഇവന്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നില്ല. പക്ഷെ ഇവനവന്റെ തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവിക സാന്നിധ്യം അല്ലെങ്കിൽ ദൈവ മഹത്വം ഇവൻ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇവന്റെ തെറ്റിനെ കുറിച്ചൊരു ബോധ്യം ഇവന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ്? ഒരു തീക്കനൽ എടുത്ത് എന്ത് ചെയ്യാണ്? അവന്റെ നാവിനെന്ത് ചെയ്യുക? തൊടുവിക്കുക. കണ്ടോ? ഒരു കത്തലിന്റെ അനുഭവം അവന്റെ നാവിന്റെ അകത്തേക്ക് വരികയാണ്. അപ്പോഴാണ് ഇവൻ പറയാണ്, അടുത്ത വാക്യം കേട്ടോ, 8-ാം വാക്യം, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തില് ഒരു തീയുടെ അനുഭവം, ഒരു കത്തലിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ മാത്രമേ ഒരു ശുദ്ധീകരണത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയുള്ളൂ. ഒരു ദൈവീക പദ്ധതിയിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയുള്ളൂ. ഈ പെന്തക്കോസ്ത് നാളിൽ അഗ്നിജാലകൾ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അതിനുശേഷമാണ് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് പകരപ്പെട്ടത്. അതൊരു ശുദ്ധീകരണത്തെ കാണിക്കുകയാണ്. തീയെ കാണിക്കുന്നത് എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ. അപ്പോൾ യഥാർത്ഥത്തില് ഈ ഒരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ മാത്രമേ ദൈവിക പദ്ധതിയെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെ യിരെമ്യാ പ്രവചനം അതിന്റെ 20-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവചനം 20-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. ഞാൻ ഇടപെടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ചു. സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയില്ലെന്ന് പറഞ്ഞാലോ അത് എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ച് തളർന്നു, എനിക്ക് വഹിയാതെയായി. അപ്പോൾ ദൈവത്തിന്റെ വചനം കിട്ടിയ പ്രവാചകൻ ആ വചനത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതെ ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതെന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. കാരണം ദൈവത്തിന്റെ വചനം തീ പോലെയാണ്, തീക്ക് സദൃശമായിട്ടിരിക്കുക. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം അകത്ത് കിടന്നിട്ട് എന്ത് ചെയ്യാണ്? അത് അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സഹിച്ച് തളർന്ന് എനിക്ക് വഹിയാതെയായി. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം കിട്ടിയ ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ ദാസിമാർ, ദൈവമക്കൾ അവർ എന്ത് ചെയ്യണം? ഈ വചനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. എൻ്റെ അമ്മ പലപ്പോഴും പറയാറുണ്ട്, നല്ലൊരു സുവിശേഷികയാണ്, എവിടെ ചെന്നാലും സുവിശേഷം അറിയിക്കുന്ന ഒരു മാതാവായിരുന്നു എൻ്റെ അമ്മ. നല്ലൊരു ഉത്തമ സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ. എവിടെ പോയാലും സുവിശേഷം അറിയിക്കും. ബസ്സിൽ കയറിയാലും സുവിശേഷം അറിയിക്കും, ജോലിക്ക് പോയാലും സുവിശേഷം അറിയിക്കും. ഏത് സ്ഥലത്താണെങ്കിലും ജോലിക്കൊക്കെ പോയിട്ട് വന്ന് പെട്ടെന്ന് ചായയൊക്കെ വെച്ച് കുടിച്ചിട്ട് ദേശത്തിറങ്ങി എന്ത് സുവിശേഷം അറിയിക്കും. ഇപ്പൊ 1 വർഷം കഴിഞ്ഞു അമ്മ മരിച്ചിട്ട്. അപ്പൊ ഞങ്ങള് സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ കൂടെ അമ്മ വരും, പരിശോധന നടത്താൻ വേണ്ടി വരും. മരിക്കുന്നതിന് 2 മാസം മുമ്പ് അമ്മയ്ക്ക് വയ്യായിരുന്നു.
ആ സമയത്തും കാറിൽ ഞങ്ങളോട് കൂടെ വന്ന് സുവിശേഷം അറിയിക്കുവാനും വേണ്ടി വരുമായിരുന്നു. ഭയങ്കര തീഷ്ണതയുള്ള ഒരു അമ്മച്ചിയായിരുന്നു. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അമ്മ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ, ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയില്ലെങ്കിൽ എനിക്ക് പിന്നെ അന്ന് തീരെ സുഖമില്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയാൽ കർത്താവ് എനിക്ക് ബലം തരുന്നുണ്ട്. ആ ദിവസം എനിക്ക് എന്താണ്, അമിതമായൊരു ബലമാണ് കർത്താവ് എന്റെ മേൽ പകരുന്നത്. എത്ര ദൂരം നടന്നാലും ഏത് മല കയറിയാലും എനിക്കൊരു പ്രയാസമില്ല. സുവിശേഷ വേല അറിയിച്ചാൽ ഒരു പ്രത്യേക ബലമാണെന്ന് അമ്മ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ അസ്ഥികൾ തറയ്ക്കപ്പെട്ടു. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? മറ്റുള്ളവർക്ക് ഇത് പകരപ്പെടാതിരുന്നാൽ നമുക്കത് ദണ്ഡനമായിട്ട് ഭവിക്കുമെന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ദൈവത്തിന്റെ, അതുകൊണ്ടാണ് സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പൂർണ്ണമായൊരു കഷ്ടം നമ്മുടെ ജീവിതത്തിൽ മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിശ്ചയമായിട്ടും ഈ കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കണം. പത്രോസ്ലീഹ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ട എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് സുവിശേഷ വേല എന്നുള്ളത്. പാസ്റ്റർമാരുടെ മാത്രമല്ല. ഇന്നിപ്പോ പാസ്റ്റർമാര് പോലും സുവിശേഷ വേല ചെയ്യുന്നില്ലല്ലോ. കുടുംബ ഡോക്ടർ എന്ന് പറഞ്ഞ പോലെ സഭയിലെ കുടുംബ പാസ്റ്ററായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനത്തില് അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം പഠിക്കുമ്പോൾ പത്രോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാര് വീടുതോറും സുവിശേഷം അറിയിച്ചു എന്നാ. അപ്പോൾ സുവിശേഷ വേല എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്തമാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്തമാണ് സുവിശേഷ വേല എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും കർത്താവിന്റെ വേല ചെയ്യണം. ആദ്യകാലങ്ങളിലേക്ക് മടങ്ങി വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ പലപ്പോഴും ഇന്ന് സുവിശേഷം അറിയിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ജനം കടന്നു വരുന്നില്ല. സഭകളിൽ അത് പഠിപ്പിക്കുന്നില്ല. പണ്ട് കാലത്തൊക്കെ ആരാധന കഴിഞ്ഞ ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സഭയായിട്ട് എല്ലാവരും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമായിരുന്നു. അതുകൊണ്ട് അവർക്കൊരു തീഷ്ണത ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി അല്ലെ? ആർക്കും ശല്യമില്ലാതിരിക്കുന്ന സഭകളായി മാറിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മുടെ ദൗത്യം എന്താണ്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിലെല്ലായിടും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ആ യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രമാണിക്കണം. ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ, ഇതാണ് യേശുവിന്റെ കൽപ്പന. അപ്പോൾ നമ്മൾ ഈ കൽപ്പനകളൊക്കെ എന്ത് ചെയ്യണം? അനുസരിക്കേണ്ടത് ആവശ്യമാണ്. മഹാനിയോഗത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ അന്ത്യകൽപ്പനയിൽ കർത്താവ് പറയുന്നു, ആകൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൽപ്പനകൾ ഇന്ന് ദൈവസഭകൾ എന്ത് ചെയ്യുന്നില്ല? അനുസരിക്കുന്നില്ല. കർത്താവ് പറഞ്ഞ ദൗത്യം എന്ത് ചെയ്തു? ആരും ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാലോ, യിരെമ്യാ പറയണം, അതെന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ചു തളർന്നു, എനിക്ക് വഹിയാതെയായി. അപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നവരാകണം. നമ്മുടെ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് നമ്മൾ പറയുന്നവരാകണം. ആമേൻ. നമ്മുടെ നാവും വാക്കൊക്കെ ആമേൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ നേരത്തെ വായിച്ച 139 സങ്കീർത്തനത്തിൽ തന്നെ അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. 39-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം, നമ്മൾ 3-ാം വാക്യമാണ് വായിച്ചത്. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ച് എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അതിന് മുമ്പായിട്ട് പറയുന്നത് എങ്ങനെയാണ്? നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. എന്നിട്ടാണ് താഴത്തേക്ക് പറയുന്നത്, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എന്റെ സങ്കടം പൊങ്ങി വന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ തുടങ്ങുമ്പോൾ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും കണ്ടോ. യഥാർത്ഥത്തില് പുതിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത്? എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം പറയുന്നു. 4:29-30 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്.
അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഇത് കൽപ്പനയാണ്, പുറപ്പെടരുത്. ഇന്ന് നമ്മുടെ നാക്കും കൊണ്ടും വാക്കുകൊണ്ടും എത്ര പേരെ നമ്മൾ ക്ഷീണിപ്പിച്ചു, എത്ര പേരെ നമ്മൾ അടിച്ചിരുത്തി, അല്ലെ, എത്ര പേരെ കൃപ നമ്മൾ കളഞ്ഞു. പക്ഷെ വചനം പറയാണ്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അങ്ങനെ പുറപ്പെട്ടാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ എന്താണ് പ്രശ്നം? അവിടെ പറയുന്നു, യെശയ്യാപ്രവചനം 63 അധ്യായം അതിന്റെ 10 വാക്യം പറയുന്നു. 63:10 ഇങ്ങനെ പറയുന്നു, എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? എന്നാൽ അവർ മത്സരിച്ച്, ഇസ്രായേൽ മക്കൾ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. ദൈവം തന്നെ അവർക്ക് ശത്രുവായി തീർന്നെന്ന്. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. ദൈവം തന്നെ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്തു. എനിക്ക് തോന്നുന്നു ഇന്ന് ആത്മീയഗോളത്തിൽ പിശാചൊന്നും അല്ല ഇന്ന് പലരോട് എന്ത് ചെയ്യുന്നേ, പോരാടിക്കൊണ്ടിരിക്കുന്നത്. ദൈവം തന്നെയാണ് പലരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ, ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. അല്ലെ, ഇന്ന് കത്രിമേശയൊക്കെ എടുക്കുന്നവര് ക്രമീകരണമില്ലാതെ തമ്മിൽ പിണക്കവും വഴക്കും ഒക്കെ വെച്ചുകൊണ്ട്, അത് ചിലര് മുഖമണി മദ്യപിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്ത് വിശുദ്ധിയില്ലാതെ വേർപാടില്ലാതെ കത്രിമേശ എടുത്തുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ എഴുതിയിരിക്കുന്നു, ചിലർ രോഗികളാകുന്നു, ചിലരെന്താണ് നിദ്ര പ്രാപിക്കുന്നു, ചിലർ ബലഹീനരാകുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികളിൽ നിന്ന് പെന്തക്കോസ്ത് കോളേജിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിന്റെയൊക്കെ മെയിൻ കാരണം വിശുദ്ധിയില്ലാതെ വേർപാടില്ലാതെ ആത്മീക വളർച്ചയില്ലാതെ നമ്മൾ കത്രിമേശ എടുത്തത് കൊണ്ടാണ്. നമ്മൾ വളരെ സൂക്ഷിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ദൈവം അവർക്ക് ശത്രുവായി തീർന്നുവെന്നും താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തുവെന്നും എഴുതിയിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തെ നമുക്ക് ഭയപ്പെടാം. ദൈവം ഒരിക്കലും നമുക്ക് ശത്രുവാകാതിരിക്കട്ടെ. കണ്ടോ, അതുകൊണ്ടാണ് ഈ സങ്കീർത്തന പുസ്തകങ്ങളിൽ തന്നെ അതിന്റെ 107 സങ്കീർത്തനം അതിന്റെ 10 വാക്യം അതിപ്രകാരം പറയുന്നു. 107:10 വാക്യം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസ്സിലും ഇരുന്നു. അരിഷ്ടതയാലും ഇരുമ്പു ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി, അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ കൃത്യമാണ്, ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസ്സിലും ഇരുന്നു, അരിഷ്ടതയാലും ഇരുമ്പു ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടു പോയവർ. കണ്ടോ, ദൈവത്തിന്റെ വചനത്തോട് മത്സരിച്ചാൽ, അത്യുന്നതന്റെ ആലോചനയെ നിരസിച്ചാൽ ഇരുളിലും അന്ധതമസ്സിലും ഇരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. പിന്നെ എങ്ങനെ നമുക്ക് വിടുതൽ പ്രാപിക്കാം? 12 വാക്യം പറഞ്ഞു, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി, അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. 13 വാക്യം എങ്ങനെ പറയുന്നു? അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ മടങ്ങി വരേണ്ട സമയമായി, ദൈവവചനത്തിലേക്ക് മടങ്ങി വരേണ്ട സമയമായി. ഒരു മനുഷ്യൻ നമ്മളെ ബന്ധിച്ചാൽ ദൈവത്തിന് വിടുവിക്കാം, പിശാച് നമ്മളെ ബന്ധിച്ചാൽ ദൈവത്തിന് നമ്മളെ വിടുവിക്കാം. പക്ഷെ ദൈവം തന്നെ നമ്മളെ ബന്ധിച്ചാൽ ഉലകത്തിലെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും നമ്മളെ വിടുവിപ്പാൻ കഴിയുകയില്ല എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവവചനത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് മടങ്ങി വരാം, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു, മടങ്ങി വരണം, മടങ്ങി വരണം, മടങ്ങി വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പന്റെ ഭവനത്തിൽ നിന്ന് സകല സ്വത്തും വാങ്ങി പുറപ്പെട്ടു പോയ മകൻ, അവൻ സകലവും നശിപ്പിച്ചു. സകല സ്വത്തും നശിപ്പിച്ച് അവൻ എന്ത് ചെയ്തു? അവന് പാപബോധം വന്നു. അവൻ എന്ത് ചെയ്തു? ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു എന്ന് പറഞ്ഞ് അവൻ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആ മകനെ സ്വീകരിക്കുന്ന, സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട്, അവന് വേണ്ടി ഒരു കാളക്കുട്ടിയെ അറുത്തുകൊണ്ട് വലിയ ഉത്സവ ആചാരത്തോടുകൂടെ അവനെ സ്വീകരിക്കുന്ന, സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു അപ്പനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ അപ്പൻ മനസ്സലിവുള്ള അപ്പനാണ്. നമ്മളൊന്നും മടങ്ങി വരാൻ തയ്യാറായാൽ, നമ്മുടെ ആത്മീയ ജീവിതം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ തയ്യാറായാൽ ദൈവം നമ്മളെ വിടുവിപ്പാൻ സർവശക്തനായ ദൈവമാണ്. ഈ പാപം എന്ന് പറയുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ പറയുന്നത് എങ്ങനെയാണ്? 1 ശമൂവേലിന്റെ പുസ്തകം 12 അധ്യായം അതിന് 23 വാക്യം പറയുന്നത് എങ്ങനെയാണ്?
ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരുത്തരുതേ. ബൈബിളിൽ പാപം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് 33-ലധികം പാപങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്കത് പിന്നീടുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമ്മൾ വിചാരിക്കും വ്യഭിചാരം, കൊലപാതകവും ഇതൊക്കെ മാത്രമേ വലിയ പാപമുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന ശൗമേലിന്റെ പുസ്തകത്തിൽ പറയുന്നു 12:21 പറയുന്നു, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരുത്തരുതേ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത് പോലും പാപമാണെന്ന് ബൈബിൾ പറയുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ട് അത് ചെയ്യാത്തവൻ അത് പാപമാണെന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് പാപങ്ങളെ കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, പാപത്തോട് പോരാടുന്നതിൽ നമ്മൾ പ്രാണത്യാഗത്തോളം ഇതുവരെ എതിർത്ത് നിന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ പാപത്തോട് പോരാടിക്കൊണ്ട് ദൈവവചന പ്രകാരം വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ജീവിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഞാൻ മടങ്ങി വരികയാണ്. നമുക്ക് വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു കത്തൽ ഉണ്ടാകണം. ഇത് ദൈവത്തിന്റെ വചനമാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. തെസ്സലോനിക്ക വിശ്വാസികൾക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നു. അതേപോലെ ദൈവവചനം കേൾക്കുമ്പോൾ ആ വചനപ്രകാരം ഒരു കത്തൽ ഉണ്ടായിട്ട് ദൈവത്തിലേക്ക് നമ്മൾ മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.